മടവൂരിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് ഇല്ല, കിട്ടാനില്ല. ഉസ്താദൊക്കെ ബന്ധപ്പെട്ട് മറ്റൊരു വണ്ടി തയ്യാറാക്കി വൃത്തിയാക്കി അതിന്റെ പിന്നിൽ വെച്ച് വണ്ടി കൊണ്ടുപോയി മർക്കസിന്റെ ആ കവാടത്തിന്റെ അടുത്തെത്തുമ്പോൾ തനിയെ വണ്ടി നിന്നുപോയി. മടവൂര് നിന്നു. 5 മിനിറ്റിന് ശേഷമേ വണ്ടി സ്റ്റാർട്ടായുള്ളൂ. സ്റ്റാർട്ടാക്കി വണ്ടിയുമായി മടവൂരിലേക്ക്. ആ മടവൂരി ഇന്നും എന്നും എപ്പോഴും എല്ലാ ടൈമിലും ഉസ്താദിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജനാസ സുബ്ഹിയുടെ ശേഷമാണ് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മടവൂരിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഉസ്താദിനുണ്ട്. മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂര് അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആ ജനാസ സുബ്ഹിയുടെ ശേഷമാണ് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മടവൂരിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഉസ്താദിനുണ്ട്. മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂര് അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.